ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് കുറച്ചധികം വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റും കൂടെ പറയാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ അനീസ്ഖാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ട് ഇന്നിപ്പം പല്ലിൽ ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിപ്പിടാൻ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതേനു. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിസ്ഡം ടൂത്ത് ഉണ്ടല്ലോ, അത് 2 വന്നിട്ട് ഒഴിവാക്കിയതേന്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും 2 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെയിൻ എനിക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല പല്ലുകളെടുത്ത് ഒഴിവാക്കിയിട്ട് ക്ലിപ്പിട്ട് അങ്ങനെ ശരിയാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതേനു കേട്ടോ. അങ്ങനെ ക്ലിപ്പിട്ട സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ആ ഒരു ഫസ്റ്റത്തെ ടൈമിൽ, അതായത് പല്ലിൻ്റെ അങ്ങനെ വായിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം ഉണ്ടെന്നല്ലാതെ വേറെ പെയിനോ കാര്യങ്ങളൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലൈമും പിന്നെ ഈ പത്തിരി ഉണ്ടല്ലോ, എന്താ പറയുക, ഇറച്ചിപ്പത്തിരി, അതുമാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷെ അതെനിക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി. കാരണം ഇങ്ങനെ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ക്ലിപ്പ് പൊട്ടി പോകാതിരിക്കാൻ ഡോക്ടർ എന്തോ ഒരു സാധനം വെച്ചിരുന്നു കേട്ടോ. അത് കാരണം എനിക്കൊന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല ഇനി. പിന്നെ അനീസ്ഖാനെ ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ അമ്മൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ക്ലിപ്പിട്ടത് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. എൻ്റെ പല്ലിപ്പോൾ എടുത്തിട്ടില്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പല്ലെടുക്കാമെന്ന് പറഞ്ഞത്. അത് കാരണം വായിലിങ്ങനെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുള്ള പോലെ ഉണ്ട് ഇനി. പിന്നെ ഇവിടെ അമ്മൻ്റെ വീട്ടിലേനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ അങ്ങനെ ആക്റ്റീവായിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ലോങ് വീഡിയോസ് എടുക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പം. കാരണം വലിയ കഥയിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കണ്ടിന്യൂഷൻ അങ്ങോട്ട് മറന്നു പോകും. അതായത് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. പിന്നെ നോയിൻ്റെ വയ്യാൽ അങ്ങനെ ഓടിക്കളിച്ച് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു പോകും. അതാണിപ്പോൾ മെയിനായിട്ട് വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഇല്ലാത്തത്, നിർത്തിയിരിക്കുന്നോ എന്നൊക്കെ. പക്ഷേ നിർത്തിയതല്ല, ഞാനായിട്ട് നിർത്തിയതല്ല, എൻ്റെ അവസ്ഥ കൊണ്ട് നിർത്തി പോണതാണ് കേട്ടോ. ഒന്നും തോന്നരുത്. ഇൻഷാ അല്ലാ ബാക്ക് ടു ട്രാക്ക് ആവാൻ ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ അതൊക്കെ ശരിയാവുമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് നമുക്കിപ്പം പെട്ടെന്ന് എന്തെങ്കിലും മധുരം കഴിക്കണം അങ്ങനെയൊക്കെ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഈ ബ്രൗണി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ബ്രൗണി ശരിക്കും അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ ഷോർട്സിലും ഞാനിടാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബ്രൗണിയും പിന്നെ ക്രീം ചീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ലെയർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ജെംസ് മിഠായി കൊണ്ട് ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഈ ക്രീം ചീസിൻ്റെ ഒരു ഉപ്പും കൂടെ വന്നപ്പം നല്ല രസം ഉണ്ടായിനി കേട്ടോ. പിന്നെ ഈ ഹെയർ ഫോളിന് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഉലുവ കരച്ചിട്ട് തലയിൽ തേക്കുമല്ലോ, പക്ഷേ നമ്മൾ ഈ ബിസി സ്കെഡ്യൂളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഈ റോസ്മേരിയും ഹെയറിന് നല്ലൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ മാമാഅർത്തിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പുവും ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറുമാണ് ഞാൻ ഈ കാണിക്കുന്നത്. മുടി കൊഴിയുന്നതിനും ഹെയർ തിന്നിങ്ങിനും പിന്നെ ഗ്യാപ്പ് വരുന്നതിനും ഒക്കെ ഒരു സൊല്യൂഷനാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം കണ്ടീഷണറും ഷാമ്പും കൂടെ നമ്മൾ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് റോസ്മേരിയും പിന്നെ ഉലുവയാണ്. നമ്മൾ നോർമലി ഷാമ്പു എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുക. ആദ്യം ഷാമ്പു കുറച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് വെറ്റായിട്ടുള്ള ഹെയറിൽ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളെ ഹെയർ ഫോൾ ഇത് നല്ലോണം കുറയ്ക്കും കേട്ടോ. 93% ഹെയർ ഫോൾ കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയറിനെ നല്ല സ്ട്രോങ് ആക്കി വെക്കും. 94% ഹെയർ സ്ട്രോങ് ആക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഷാമ്പു ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പതിപ്പിച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു കുറച്ച് സമയം അങ്ങനെ മസാജ് ചെയ്തിട്ട് പിന്നെ നോർമൽ വെള്ളം വെച്ചിട്ട് കഴുകി കളയുക. ഇനി മാമാഅർത്തിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ സ്കാൽപ്പിലാവാതെ മുടിയിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പം മുടി നല്ല സ്മൂത്ത് ആയിട്ടുള്ള പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലോങ് ടേമിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും. മുടി നല്ല ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 2 പ്രൊഡക്റ്റും എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള പ്രൊഡക്റ്റ്സാണ്. പ്രത്യേകിച്ച് ഈ ഹെയർ ഫോളിനും പിന്നെ ഹെയർ തിന്നിങ്ങിന്, അതേപോലെ പുതിയ മുടി വളരാൻ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് മാമാഅർത്തിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിലാണ്, റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിൽ. ഇത് നമുക്ക് സ്കാൽപ്പിൽ പുതിയ ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നോസിൽ വന്നിട്ട്
വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേറ്റർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാണ്. മാത്രമല്ല ഇതെല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വസിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മലബാർ 2024 എന്ന് പറഞ്ഞ കോഡ് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അത് മാമാത്തിൻ്റെ സൈറ്റിലും ആപ്പിലുമാണ് ഓഫർ കിട്ടുക. പിന്നെ മാമാത്ത് നമ്മുടെ ഫീഡ്ബാക്സും ഒപ്പീനിയൻസും ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് അവരുടെ അനിയൻ ഷാമ്പു നല്ലപോലെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പുതിയ റിസർച്ചും ഇന്നോവേഷൻസും ഒക്കെ കൊണ്ട് അവരവരുടെ പ്രൊഡക്ട്സ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാമാത്തിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പം നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവരുടെ പ്രൊഡക്ട്സ് കാണുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നോയിൻ്റെ മുടി വെട്ടിക്കണമെന്ന് കുറച്ചായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. നോമ്പിൻ്റെ ഒക്കെ മുന്നേ ലാസ്റ്റായിട്ട് എൻ്റെ മുടി വെട്ടിയത്. അപ്പോൾ ഒന്ന് വളർന്നിട്ട് ഷേപ്പാക്കി കൊടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് മുടി കൂടിയിട്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ട്രിം ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഹെയർ കട്ടിന് അങ്ങനെ പേരൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ ഒരു കൊറിയൻ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ ചെയ്താൽ നല്ല രസമുണ്ടാവും അങ്ങനെ തോന്നിട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പം അവിടുത്തെ ആ സലൂണിൽ അവർ പറഞ്ഞു ഒരു പെൺകുട്ടികളുടെ മാത്രമേ അങ്ങനെ വെട്ടലുള്ളൂ. അപ്പോൾ അവർക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അനീസ്ക വേറൊരു സലൂണിൽ പോയി നോക്കിയതേനു. പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഈ ഒരു കാറ്റാടി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ നോയിന് ഭയങ്കര ഇഷ്ടം. അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇവനക്ക് മുന്നറിഞ്ഞുണ്ടേനു. ഇത് അത്ര പെട്ടെന്നൊന്നും കേടി വരില്ല. അപ്പോൾ അനീസ്ക അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഈ ഒരു സാധനം. ഇങ്ങനെ കാറ്റിങ്ങനെ ആകുമ്പം അത് തിരിയല്ലോ, ഭയങ്കര രസം അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുടി വെട്ടിക്കുന്ന പ്ലാൻ ഇനി ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഹൈലൈറ്റിൽ കാണിട്ട് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പം നേരെ ചെന്ന് പെട്ടത് ഒരു സലോണിൻ്റെ മുന്നിലേനു. അങ്ങനെ അവിടെ കയറി അവർ കുട്ടികളെ മുടിയൊക്കെ വെട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നോ ഉറങ്ങുവാണ്. അപ്പോൾ സുഖമായിട്ട് വെട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ തീരെ സമ്മതിക്കില്ല. ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ തൊടാനേ സമ്മതിക്കില്ല. ഇവനാകെ 2 പ്രാവശ്യം മാത്രമേ ഞാനിങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് വെട്ടിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കൽ. പിന്നെ അവൻ തീരെ ഇരിക്കാതായപ്പോഴാണ് ഞാനിങ്ങനെ പുറത്ത് കൊണ്ടുപോയി വെട്ടിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ പിടിച്ചു കൊടുത്തിട്ടാണ് കട്ട് ചെയ്യിപ്പിക്കൽ. ഇതിപ്പം പകുതിയായ സമയത്ത് തന്നെ ഓന് എണീറ്റ്. പിന്നെ അവിടെ ഒരു ഒച്ചയും വീളിയും നായാട്ടേനു. ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ ആളെ മൂടൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റേ അമീബയിലുണ്ടല്ലോ ഇങ്ങനൊരു കുതിരൻ്റെ റൈഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവൻക്ക് ഇവിടുത്തെ കാർഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ ഈ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാർഡ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കും വലിയ ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതേനു. അങ്ങനെ എപ്പോൾ വന്നാലും ആ ഒരു കുതിരയിൽ കയറ്റും കേട്ടോ. പിന്നെ അനീസ്കക്ക് ഈ ഒരു ഇതിനെന്താ പറയാറില്ല 12D ആണ് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ കയറിയിരുന്നിട്ട് നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര രസമുണ്ടായിട്ട് ഇത് കാണാൻ. ഇതിങ്ങനെ തല കുത്തി മറിയണതും ഒക്കെ ഉണ്ടേന്. പേടിച്ചിട്ട് ചിരിച്ചത്. അപ്പം ഞാൻ തണുത്ത ഐസ്ക്രീം വാങ്ങിയിട്ടോ. പക്ഷേ ആ ഐസ്ക്രീമിൻ്റെ കോണുണ്ടല്ലോ അതെനിക്ക് തിന്നാൻ പറ്റുന്നില്ല. അത് എനിക്ക് അടിച്ച് തിന്നണ്ടേ, അതിന് തീരെ പറ്റുന്നില്ല ഇനി. അപ്പം ഞാൻ കോൺ അനീസ്ക്ക് കൊടുത്ത് ബാക്കി ഐസ്ക്രീം കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നോയിനെ കൊണ്ടുപോയിട്ട് മറ്റേ കാറിലൊക്കെ റൈഡ് ചെയ്യിപ്പിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ലിമിറ്റഡായിട്ടേ കഴിക്കാൻ കഴിയുന്നുള്ളേനു. ഭയങ്കര വേദന എടുക്കേനി. പിന്നെ ഞാൻ ആ വേദന പോക്കാൻ വേണ്ടിയിട്ട് തണുത്തത് കഴിച്ചാൽ വേദന പോവല്ലോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ജ്യൂസായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടേനി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നോയിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രസ്സൊക്കെ എടുത്ത് RNBയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.